ശേഷം ഞാൻ അവനെ കണ്ടിട്ടില്ല. ഇത് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. അപ്പം പറഞ്ഞ ഞാൻ ബ്രേക്കിലാണ്. ആയിക്കോട്ടെ, ഞാനിങ്ങനെ വിളിച്ചു ചോദിച്ചില്ലെങ്കിൽ എനിക്ക് ഓനോടുള്ള ഒരു ബന്ധത്തിൽ എന്തെങ്കിലും അകൽച്ച ഉണ്ടെന്ന് ഓനക്ക് തോന്നുമോ? അങ്ങനത്തെ ഒരു തോട്ടില്ല. തുണി അയച്ചിട്ട് ബന്ധമാണ്. ഭയങ്കര മാസം ഓഡിയൻസ് ആയി. വെറുതെ ഒരു റീല് കണ്ടിട്ട് ഫോളോ ചെയ്യണവരായി, വെറുതെ ഒരു റീല് കണ്ടിട്ട് ജഡ്ജ് ചെയ്യണവരായി. അവൻ ചെയ്ത മുന്നത്തെ ട്രാക്ക് എന്താണ്, അവന്റെ കോർ എന്താണ് ഒന്നും അറിയാത്ത ഡാപ്സി, ഇലുമിനാണ്ടി ഡാപ്സി. ഈ ഇലുമിനാണ്ടി ഡാപ്സി അറിയണവരാണ് പ്രശ്നം. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, കായ് വൈറലായിട്ടുണ്ട്, ഇതെനിക്ക് കിട്ടാൻ പോകുന്ന ഒരു പണിയിൽ ഒരെണ്ണമായിരിക്കും. ആവശ്യമില്ലാത്ത ഓഡിയൻസ് ഒന്ന് കയറും, എന്നിട്ട് പറയും ഇതൊക്കെ എന്ത് അമ്പര പാട്ടാണ് പാട്ട്. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, പക്ഷെ ഇതിനെ ഒന്ന് കേൾക്കണം എന്തിനാന്ന് ഞാൻ ചോദിക്കണേ. സൗത്തിന്റെ കീശക്ക് കായ്ക്ക് സ്കോപ്പ്, കക്കാൻ അറിയില്ല നൈപ്പന നൈപ്പ്, ആരാന്റെ കീപ്പട്ട് വന്ന് കൈക്കൂപ്പ്, കാലം കെട്ട് കോലം കെട്ട് കയ്യിലാക്കി ഹൈപ്പ്. വീട്ടില് മ്യൂസിക് നടക്കൂല എന്നുള്ളൊരു മൂടായി. ഏകദേശം ഓക്കെ നിൽക്കായിരുന്നു. മൂത്താപ്പ എന്നിട്ട് പറഞ്ഞു, ഈ സാധനം എടുത്ത് ഇരിക്കണമെങ്കിലേ ഇത് അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞു. അതോടെ നോ DJ. ഞാൻ ഒരുവിധം പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്ന് ഇങ്ങനെ എത്തിക്കരുത്. അന്ന് ഫോണിലൂടെയൊക്കെ കരഞ്ഞു വിളിച്ചിരുന്ന അമ്മ ഇപ്പൊ ഹാപ്പി അല്ലേ? പിന്നെ മണി ടോക്സ്. കാലകത്തി വെച്ചപ്പം കരിപിടിച്ച തത്തമ്മ, ആരാന്റെ കീപ്പെട്ട് വന്നൊന്ന് പോയി പണിയെടുത്ത് നോക്ക്, നടക്കൂല. കാലം കെട്ട് കോലം കെട്ട് കയ്യിലാക്കി ഹൈപ്പ്. കരി പിടിച്ച തത്തമ്മ മാത്രം ആൾക്കാർ കേട്ടോ. ജിംഖാനയ്ക്ക് വേണ്ടിട്ട് ട്രെയിൻഡ് ആയിട്ടൊരു ബോഡി സെറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ. കുറെ തിന്നാൻ പറ്റി എന്നുള്ളതാണ്. സിനിമാ ജീവിതം എങ്ങനെ പോകണം? രാത്രി ഷൂട്ടില്ലെങ്കിൽ, അതായത് 12 മണിക്ക് ശേഷം ഷൂട്ടില്ലെങ്കിൽ അടിപൊളിയാ. പണിക്ക് പോണ ഒരു ഫീലാ, രസാ. തലച്ചോറൊന്നും അത്ര ഉപയോഗിക്കണ്ട, നമ്മുടെ ആരോഗ്യം ഉപയോഗിച്ചാൽ മതി. ജിംഖാനയ്ക്ക് വേണ്ടിട്ട് ട്രെയിൻഡ് ആയിട്ടൊരു ബോഡി സെറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ. കുറെ തിന്നാൻ പറ്റി എന്നുള്ളതാണ്. അതിലൊന്ന് തടി വെച്ചു. അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ ഇതിന്റെ വിഷ്വലില്? കാരണം കുറെ ഷർട്ട്ലെസ് ആയിട്ടൊക്കെ അതിൽ ഹെൽപ്പ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രശ്നമായിട്ടുണ്ട്. അതായത് ഇതില് ഭയങ്കര പെയിൻ ആയിരുന്നു റിബില്. അതായത് ഷൂട്ടിന്റെ സമയത്തൊക്കെ ഭയങ്കര സീനായിരുന്നു. എനിക്ക് അത്ര തണുപ്പും പറ്റില്ല യൂഷ്വലി. അപ്പൊ അത് തടി കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് അവിടെ. അപ്പൊ ഇതേപോലെ ഷൂട്ട് ചെയ്യാനാണെങ്കിലും പറ്റ മോശം തോന്നിക്കാത്ത രീതിയിൽ, കാരണം ഈ ആൾക്കാരെ മുന്നിൽ കൂടെ ഒക്കെ നടന്നു വരുമ്പോൾ എന്തെങ്കിലും ഒരു തുള്ളി ഇറച്ചി വേണ്ട മേല്, അല്ലെങ്കിൽ തന്നെ ഒരു 5.5 അടി ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇതിലൊക്കെ അത്യാവശ്യം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജിംഖാനയുടെ സെറ്റ് ഫുഡും ഷിഫാസിൻ്റെ ട്രെയിനിങ്ങും ഒക്കെ കൂടെ അതിന് ഹെൽപ്പ് ആക്കിയിട്ടുണ്ട്. ഈ കോസ്റ്റ്യൂംസിൽ എത്രമാത്രം ബേബീജിൻ്റെ ഐഡിയാസ് ഉണ്ട് ഇതിൽ? കായിൽ എനിക്ക് തോന്നുന്നത് കുറച്ച് സൈഡിലൊരു 30% സ്റ്റൈലിങ് സമയത്ത് എനിക്ക് ഇത് വേണ്ട ഇത് മതി. പിന്നെ അതേപോലെ എൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഔട്ട്ഫിറ്റ്, നമ്മൾ ആ ഒരു ജെറ്റിൽ കയറാൻ പോകുന്ന ടൈമിൽ ഒരു ബ്ലാക്ക് ഔട്ട്ഫിറ്റ് ഉണ്ട്, ഒരു മിലിറ്ററി പരിപാടിയൊക്കെ ആയിട്ട്. അത് നമ്മൾ തന്നെ, ഞാൻ തന്നെ ചെയ്തു. അതിപ്പോ ഉണ്ടോ കയ്യില്? അതെന്താ നല്ല ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ അവിടെ തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ MSB അവിടെ പഠിച്ച് അവിടെ വർക്ക് ചെയ്യുന്നവര്. അപ്പൊ അതിൽ നമ്മൾ സ്റ്റൈൽ ചെയ്യാനൊക്കെ എനിക്ക് ഇത് വേണ്ട ഇത് വർക്കാവും, അത്രേ ഉള്ളൂ. ഒരു 30%, 35, 40 പറയാൻ പറ്റില്ല, 30-35% കിട്ടും. ഇങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടായിരുന്നു ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട്? റോൾസ് റോയ്സിൽ ഇങ്ങനെ വന്നിട്ട് ഒരാൾ വന്ന് ഡോർ തുറന്നു വരുമ്പോൾ ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങും സ്റ്റൈലില്, അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. ഈ റോൾസ് റോയ്സ് എന്ന് പറഞ്ഞ സാധനം തന്നെ ഓർമ്മയില്ലല്ലോ. നമ്മളെന്താ വെച്ചാൽ പണ്ടത്തെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിഫ്റ്റ് കാർ, ഒരു മൊബൈൽ കട. അയ്യോടാ, നമ്മളതിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്രയൊന്നും മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു തോട്ടിൻ്റെ ഒരു വളർച്ച ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ കരഞ്ഞപ്പോൾ ഓക്കെ കുഴപ്പമില്ല, നല്ല രസമുണ്ട് ഫ്രെയിമിൽ. അങ്ങനെ കഷ്ടപ്പെട്ട് സമ്മതിച്ചാന്നല്ല പറഞ്ഞത്, അടിപൊളിയായിരുന്നു പരിപാടി. അവരെ ഒരു പ്രൊജക്റ്റ് ഇങ്ങനെ അവതരിപ്പിച്ചപ്പോൾ നൈസായിരുന്നു. റോൾസ് റോയ്സ് വരുന്ന പോർഷൻ ബാക്കിൽ കായൊന്ന് പാടാൻ പറ്റുമോ? കായ് ഏത് പോർഷനാണ് നമുക്കിപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ആ വരി കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സൗത്തിന്റെ കീശക്ക് കായ്ക്ക് സ്കോപ്പ്, കക്കാൻ അറിയില്ല നൈപ്പന നൈപ്പ്, ആരാന്റെ കീപ്പട്ട് വന്ന് കൈക്കൂപ്പ്, കാലം കെട്ട് കോലം കെട്ട് കയ്യിലാക്കി ഹൈപ്പ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. സൗത്തിന്റെ കീശക്ക് കായ്ക്ക് ക്യാഷിന് സ്കോപ്പ് ഉണ്ട്, കക്കാൻ അറിയില്ല നമ്മൾ പണിയെടുക്കുന്നതാണ്. ആരാന്റെ കീപ്പട്ട് വന്നൊന്ന് പോയി പണിയെടുത്ത് നോക്ക്, നടക്കൂല. കാലം കെട്ട് കോലം കെട്ട് കയ്യിലാക്കി ഹൈപ്പ് എന്നുള്ളൊരു ഇതാണ് അതിൽ പോണത്. കരി പിടിച്ച തത്തമ്മ മാത്രം ആൾക്കാർ കേട്ടോ. അതങ്ങനെയാണ്. സിനിമാ ജീവിതം എങ്ങനെ പോകണം? സിനിമാ ജീവിതവും സത്യം പറഞ്ഞു കഴിഞ്ഞാല് രാത്രി ഷൂട്ടില്ലെങ്കിൽ, അതായത് 12 മണിക്ക് ശേഷം ഷൂട്ടില്ലെങ്കിൽ അടിപൊളിയാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണിക്ക് പോണൊരു ഫീലാ, രസാ. തലച്ചോറൊന്നും അത്ര ഉപയോഗിക്കണ്ട, നമ്മുടെ ആരോഗ്യം ഉപയോഗിച്ചാൽ മതി. ചില്ലായിട്ട് പണിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് തോന്നി. ഐ മീൻ എനിക്ക് കിട്ടിയത്, എനിക്ക് ആ ഒരു ട്രാക്കൊക്കെ ഇറക്കിയിട്ട് അത്രയും ഒരു
എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ട് ആൾക്കാർ കെയർ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം മേ ബി സ്ട്രഗിൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇതിൻ്റെ ഈ ഒരു അഭിനയം എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അതൊരു മീഡിയം ഒരു ആക്ടറിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് സമാധാനമുള്ള ഒരു കാര്യമാണ്. തലച്ചോറ് അത്ര പ്രവർത്തിക്കേണ്ട. ഞാൻ ഇതിനങ്ങനെ പുച്ഛിച്ച് കാണല്ല. ഇത് മറ്റേത് നമ്മൾ ബീറ്റ് ലിറിക്സ് അത് ഇത് എന്നുള്ളൊരു ഇതിലാണല്ലോ. ഇത് പോവുക എനിക്ക് തിരിച്ചു വരിക. ജിംഖാന ശേഷം എന്തൊക്കെയാണ് വരുന്ന റെസ്പോൺസ്? ആളുകളെ എങ്ങനെയാ ആക്ടിങ്ങിനെ വിലയിരുത്തി തോന്നുന്നത്? നിങ്ങൾ നേരത്തെ ആ ഒരു കായ് ഇറക്കിയിട്ട് നാട്ടിലുണ്ടായ ചീത്തപ്പേര് മാറി. ഓ, ഇനി പാട്ടെന്താ ചെയ്തിട്ടുണ്ട്, അങ്ങനെ വല്ല സിനിമയിലൊക്കെ അഭിനയിച്ചാൽ മതി. കാരണം അവരുടെ അടുത്തൊക്കെ ഫാമിലീസൊക്കെ ചോദിക്കുന്നുണ്ടാവേ മറ്റേ അതിങ്ങനെ ഇങ്ങനെ. അപ്പം നല്ല റെസ്പോൺസ് ആയിരുന്നു. ഒന്നുകൂടെ ഒരു ഭയങ്കര പോസിറ്റീവ് ഉണ്ണിമുഖത്തിലേക്ക് കയറാനുള്ളൊരു വഴിയൊക്കെ കാണുന്നുണ്ട് പടത്തിൽ നിന്ന്. പക്ഷെ നമുക്ക് നമ്മുടെ സൈഡ് പിടിച്ചല്ലേ പറ്റുള്ളൂ. ഡിജെക്കുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ബോംബ് പൊട്ടിയാലും കുലുങ്ങാത്ത പോലത്തെ ഉള്ള നിപ്പ്. അതെ ഒരു അത് സ്വന്തം വന്ന ഐഡിയ അതോ അത് കാലത്തിറമ്പം പറഞ്ഞു? ഇല്ല, റഹ്മാൻക ആദ്യം ആള് നമ്മളൊന്ന് വീക്ഷിക്കുമല്ലോ. എനിക്ക് തോന്നുന്നത് ഈ നിന്റെ ക്യാരക്ടർ അങ്ങനെ പിടിച്ചോന്നൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഡി ജെ എന്ന് പറഞ്ഞത് കുറച്ച് ലൈൻസ് തന്നു, ഇതാണ് ഡി ജെ മൊത്തത്തിൽ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് ഒന്നും കൂടെ ഒരു ക്യാരക്ടറിലേക്ക് വന്നു. അപ്പം ചില സമയത്ത് ഒരു ഓവർ ഹൈപ്പായിട്ട് പോണ സമയത്ത് റഹ്മാൻക പറയും എന്ന് പറയും. അപ്പോൾ നമ്മളൊന്ന് താത്തിപ്പിടിക്കും. കാരണം മിനിമലായിട്ടാണല്ലോ എക്സ്പ്രഷൻസ് ഇടുന്നത്. ആകെ 2-4 എക്സ്പ്രഷൻസോ കുറച്ച് സാധനങ്ങളുള്ളൂ. പുച്ഛം, വെറും പുച്ഛം, അതിഗംഭീര പുച്ഛം, ആ ഒരു സാധനമാണല്ലോ. പിന്നെ അതിൽ കൂടെ എനിക്ക് തോന്നുന്നു ആ ഒരു കോമഡി അറിയാണ്ട് വന്ന് പോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ല ആക്ച്വലി കോമഡി ആണെന്നുള്ളത്. പിന്നെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഇത് ഇങ്ങനെയല്ലേ എന്നുള്ളൊരു സാധനത്തില്. അപ്പൊ അത് ആളെ ബ്രില്യൻസ് അല്ലെങ്കിൽ ആളെ ആ ഒരു കാഴ്ച അല്ലെങ്കിൽ നിരീക്ഷണ അതിലെ ആള് മെരുക്കിയെടുത്തൊരു ക്യാരക്ടർ ആയിരിക്കാം ഡി ജെ എന്ന് പറഞ്ഞത്. ഡി ജെ ഗുസ്തി മാറ്റി ബോക്സിംഗ് പഠിക്കാൻ പോവാന്ന് പറയുന്നിടത്താണ് ജിംഖാനയ്ക്ക് മറ്റൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്നത് നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ. ശരിക്കും ഇപ്പൊ ആർപ്പോഴും ജിംഖാനയ്ക്ക് ഒരു രണ്ടാം വേണ്ടതല്ലേ ഡി ജെ ബോക്സിംഗ് പഠിക്കുന്നതിന്? അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാണിക്കേണ്ടി വരും. ദീപക്കേട്ടൻ, ഹരിപ്പാട് ദീപക്കേട്ടൻ്റെ അംഗം, കോച്ചിൻ്റെ അംഗം, പിന്നെ ഇത് അതേപോലെ തന്നെ ലെസ്ലിൻ്റെ, അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നത്. എനിക്കറിയില്ല. രണ്ടാം ഭാഗം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ റഹ്മാൻക്ക് ഇറക്കും, ഇല്ലെങ്കിൽ അത് കാണാനും പോടില്ല ആരും. അങ്ങനത്തെ ഒരു ഇതിലല്ലേ. റാപ്പ് സീനിൽ ശരിക്കും ഒരു റെവല്യൂഷൻ കൊണ്ടുവന്നതിൽ പ്രധാനികളായിട്ട് പലപ്പോഴും ആളുകൾ പറയുന്ന ആളുകളാണ് വേടൻ, ഡാപ്സി, ബേബി ജീൻ, നീരജ് മാധവ്, ഒരുപാട് പേര്. അപ്പം ഇതിൽ ഇവരൊക്കെ ആയിട്ടുള്ള ജേണി ഏത് പോയിന്റോടെ സ്റ്റാർട്ട് ചെയ്തത്? ഇവരിലൊക്കെ ശരിക്കും അതിശയിപ്പിച്ച മൊമെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം. ആസ് എ പേഴ്സൺ ഡാപ്സിയിൽ എന്താ ശരിക്കും ഇഷ്ടപ്പെട്ടെ? ഡാപ്സിയിൽ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ഫാഷൻ ചെയ്യാണ് ഡാപ്സി. പക്ഷെ നമ്മൾ ഫസ്റ്റ് എറണാകുളത്ത് പെർഫോം ചെയ്യാൻ എനിക്ക് അവൻ്റെ കൂടെ എനിക്കും പെർഫോം ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അതായത് പക്ഷെ ഞാൻ അവരിൽ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എടുത്ത സമയത്ത് നമ്മൾ ഒരേ നാട്ടുകാരാണ് അറിയുന്നത് കുറച്ച് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞല്ലോ. അതിന് മുന്നേ എന്താ വെച്ച് കഴിഞ്ഞാൽ